the Lord. Praise the Lord. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. Say with me, Baruch haba, Baruch haba, Meshem, Meshe, Adonai. Adonai. That is about Jesus. അത് യേശുവിനെ And പറ്റിയാണ്. whoever brings the gospel, their feet is blessed. Amen. ആമേൻ. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ കാലുകൾ എത്ര നല്ലതാണ്. Hallelujah. Over to you, Andy. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എൻ്റെ നാമനിമിത്തം വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ നിലങ്ങളോ വിട്ടാൽ അവന് 100 മടങ്ങ് ലഭിക്കും, അവന് നിത്യജീവനും ലഭിക്കും എന്ന വാക്ക് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും സ്നേഹവന്ദനം. Special greetings to you all in the name of Jesus, who said, if you leave your father, mother, all that you have, I will give you even more and eternal life. Greetings to all to you. Amen. എൻ്റെ എന്ന് പറയുവാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. The reason why I said mine, there is a reason. വടക്കേ ഇന്ത്യക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഏറ്റവും വേദന ഉണ്ടായിരുന്നത് എൻ്റെ സഹോദരന്മാരെ വിട്ടു പോകുന്നതായിരുന്നു. When I was called to go to North India, my biggest pain was to leave my brothers. ആ സമയത്താണ് ദൈവം എനിക്ക് വാഗ്ദത്തം തന്നത്. It was at that time God gave me this promise. എൻ്റെ നാമനിമിത്തം അപ്പനെയോ അമ്മയോ വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ വിട്ടാൽ 100 മടങ്ങ് ലഭിക്കും. If for my sake you leave your brothers, family, etc., you shall receive many fold. ആമേൻ. നിങ്ങളെയൊക്കെ കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിയായത് ഞാൻ കാണുകയാണ്. When I see you, I see the promises of God fulfilled in my life. എൻ്റെ സഹോദരന്മാരായിട്ട് എൻ്റെ സഹോദരിമാരായിട്ട് എൻ്റെ കുഞ്ഞുങ്ങളായിട്ട് എൻ്റെ അപ്പച്ചന്മാരായിട്ട് അമ്മച്ചിമാരായിട്ട് ഒക്കെ ദൈവം 100 കണക്കിന് 100 അല്ല 1000 കണക്കിന് പല ദേശക്കാരെ തന്നിരിക്കുന്നു. God has given to me as my own, my father, my mother, as my uncles, aunts, my children, brothers and sisters, people from many nations. Praise God. ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് ചിരിക്കുന്നതിൻ്റെ ഒരൊറ്റ കാരണം കർത്താവായ യേശു മാത്രമാണ്. The only reason why I stand before you and smile is because of the Lord Jesus Christ. കർത്താവായ യേശു ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ വന്നില്ലായിരുന്നു എങ്കിൽ എന്നേ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. If Jesus had not come into my life, I would have committed suicide a long time ago. ഞങ്ങൾക്ക് സമാധാനമില്ലാത്തൊരു കുടുംബജീവിതമായിരുന്നു. Our family was a family which had no peace. എൻ്റെ ഭർത്താവ് പറയുമായിരുന്നു എനിക്ക് നീളമില്ല കാണാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറയുമായിരുന്നു. My husband always used to say, you are short and you are not good looking at all. പക്ഷേ എൻ്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. But our God is a God of miracles. എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയത്തിന് ദൈവം ഒരു വ്യത്യാസം വരുത്തി കല്ലായുള്ള ഹൃദയങ്ങളെ മാംസള ഹൃദയമാക്കും. Oh, my God gave a change to my husband's heart. The heart which was of a stone became a heart of flesh. തന്നെയുമല്ല കണ്ണിനൊരു സർജറി ചെയ്തു. God did a surgery for my husband's eye. Hallelujah. ഇന്ന് അദ്ദേഹം പോകുന്നിടത്തൊക്കെ പറഞ്ഞ എൻ്റെ ഭാര്യ സുന്ദരിയാന്നേ സുന്ദരിയാന്നേന്ന്. Today wherever he goes, he says my wife is beautiful, beautiful. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്, അസാധ്യങ്ങളുടെ ദൈവമാണ്. Our God is a God of amazement and wonder. Praise the Lord. Praise the Lord. Amen. ഇന്ന് ചിരിക്കുവാൻ, മറ്റുള്ളവരെ ചിരിപ്പിക്കുവാൻ, സമാധാനത്തിൽ മറ്റുള്ളവരെ സമാധാനത്തിന്റെ വഴിയിലേക്ക് നയിക്കുവാനായിട്ട് കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ട്. God is with us to make those who are sad happy, those who are sorrowful to be joyful. Amen. 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 ഞാൻ എൻ്റെ ചില അനുഭവങ്ങൾ മാത്രം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. I would like to share some experiences of mine. വടക്കേ ഇന്ത്യയിലേക്ക് പോയതിനെ കുറിച്ച് ആദ്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. First I want to tell you about our trip to North India. എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആത്മീയ വളർച്ച വളരെ വേഗമായിരുന്നു. After he was born again, he suddenly began to grow, my husband. പക്ഷെ ഞാനാണ് വളരെ പതുക്കെ വളരത്തുള്ളൂ. But I am growing very slowly. 1900 അതുകൊണ്ടാണ് നീളം കുറഞ്ഞിരിക്കുന്നത് കേട്ടോ. That is why I am short. 1972 ജനുവരി 1-ാം തീയതി ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. നീ ഞങ്ങളെ എവിടെ അയച്ചാലും ഞങ്ങൾ അവിടെ പൊയ്ക്കൊള്ളാം, എന്ത് പറഞ്ഞാലും ഞങ്ങൾ അത് ചെയ്തു കൊള്ളാമെന്ന്. In 1972 January 1st, we both took a decision. Lord, wherever you send, we will go. Wherever you want us to be, we shall be there. അതിന് പുറകിലൊരു നീണ്ട കഥയുണ്ട്, പക്ഷെ പറയാൻ സമയമില്ല. There's a long story behind it, but there is not the time. പക്ഷേ എൻ്റെ ജീവിതത്തിനകത്ത് ഒരൊറ്റ ആഗ്രഹമുള്ളായിരുന്നു ഒരു മോഡൽ ടീച്ചറായിട്ട് പ്രവർത്തിക്കുക എന്ന്. I had only one desire in my life till then, I should be a model teacher. കാരണം എൻ്റെ മൂത്ത സഹോദരൻ ഒരു മാതൃകാധ്യാപകനായിരുന്നു. My eldest brother was a model teacher. ഒരു മാതൃകാ ക്രിസ്ത്യാനിയുമായിരുന്നു. And he was a model Christian also.
അതുകൊണ്ടാണ് എനിക്കൊരു മാതൃകാധ്യാപിക ആകണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നത്. That is why I also wanted to become a model teacher. 72 ഞാൻ നാട്ടിലൊരു അധ്യാപികയായിട്ട് പ്രവർത്തിക്കാമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ഞാൻ തിരിച്ച് നാട്ടിൽ പോരുന്നു. So in 72 I came back to Kerala desiring to become a model teacher. 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവ് എനിക്കൊരു എഴുത്തെഴുതി, വടക്കേ ഇന്ത്യക്ക് വരാൻ ഞാൻ സുവിശേഷ വേലയ്ക്കായിട്ട് എൻ്റെ ജോലി രാജിവെച്ചിട്ട് പോകുന്നു, വടക്കേ ഇന്ത്യക്ക് തനിക്ക് എന്നോട് കൂടെ വേണമെങ്കിൽ വന്ന് ജോയിൻ ചെയ്യാം. 3-4 months later I received a letter from my husband that he has decided to go full time for the Lord's work, and if I desired I could go back and be with him. ഞാൻ അതിന് മറുപടി കൊടുത്തില്ല. I did not give a reply. എൻ്റെ സഹോദരനും അദ്ദേഹം എഴുത്തെഴുതി, മൂത്ത സഹോദരന്. He wrote a letter to my elder brother also. അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു, മോളെ, കാരണം എൻ്റെ പിതാവില്ലാതെ എന്നെ വളർത്തിക്കൊണ്ട്, എൻ്റെ പിതാവ് ഞാൻ ചെറുതായിരിക്കുമ്പോഴേ മരിച്ചു പോയതാണ്, അതുകൊണ്ട് എൻ്റെ പിതാവില്ലാതെ എന്നെ വളർത്തിക്കൊണ്ട് വന്നത് അപ്പൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയും സഹോദരിയുടെയും ഒരു അധ്യാപകൻ്റെയും എൻ്റെ അധ്യാപകനുമായിരുന്നു. എല്ലാം സ്നേഹം തന്ന് എന്നെ ആത്മീയമായിട്ടും വളർത്തിക്കൊണ്ടുവന്നത് എൻ്റെ സഹോദരനായിരുന്നു. In the absence of my dad who passed away when I was very young, my elder brother took the role of all that of a teacher, of a father, of an elder brother. He was everything to me. So he wrote a letter to him also. അദ്ദേഹം എന്നോട് പറഞ്ഞു, മോളെ, നീ ഒരു അധ്യാപികയായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് നിൻ്റെ ദശാംശം അല്ലെങ്കിൽ പൈസ നിന്റെ ഭർത്താവിന് അയച്ചു കൊടുക്കുക, അപ്പോൾ അവിടുത്തെ സുവിശേഷ വേലയും നടക്കും, ഇവിടുത്തെ ജീവിതവും നടക്കും. So he said, why don't you continue your role as a good teacher, take 10% of what you have and send it to your husband, the work there will be done and things will work here also. തന്നെയുമല്ല, നിന്നെ കൊണ്ട് സുവിശേഷ വേലയ്ക്ക് ഒക്കത്തില്ല, കാരണം ഞാനൊരു തൊട്ടാലൊട്ടിയായിരുന്നു. You cannot do the Lord's work, but you are a touch me not. Something goes wrong, that will affect you. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും എന്നെ കരയിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. I had a nature, even the smallest thing would make me sad. നിനക്ക് അവിടെ പിടിച്ചു നിൽക്കാനുള്ള കഴിവൊന്നും, ഈ പോർക്കളത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവൊന്നും നിനക്കില്ല, നിന്നെ കൊണ്ടൊക്കത്തില്ലെന്ന്. You cannot, you don't have the ability to stand in this war field called ministry. അത് കഴിഞ്ഞ് പറഞ്ഞു, 5 വർഷം കഴിഞ്ഞ് കിട്ടിയ കുഞ്ഞല്ലേ, അവനെ നന്നായിട്ട് പഠിപ്പിച്ചുകൊണ്ട് വരാം, നീ വടക്കേ ഇന്ത്യയിൽ പോയാൽ കുഞ്ഞെ നീ കഷ്ടപ്പെടും, അത് കാണാനുള്ള ഹൃദയം ഞങ്ങൾക്കില്ല, തന്നെയുമല്ല 5 വർഷത്തിന് ശേഷം കിട്ടിയ ഈ കുഞ്ഞിനെ അവനും പട്ടിണി കിടക്കേണ്ടി വരും, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായി പഠിച്ച് നന്നായി ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നടക്കുന്ന സമയത്ത് നിൻ്റെ കുഞ്ഞുങ്ങൾ നല്ല ആഹാരമൊന്നുമില്ലാതെ നല്ല സ്കൂളിലും പഠിക്കാതൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ ഞങ്ങൾക്കത് വേദനയായിട്ട് മാറും. Not only that, my sister, your child who you got after 5 years, we don't want him to go to North India and suffer hunger and be nothing. We want him to learn like other children, study the language of English, and we want him to be right on top. We don't want you to go to North India. എനിക്കൊരു നല്ല ഉപദേശമായിട്ട് തോന്നി. I felt it was a good advice. അത് കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും എൻ്റെ ഭർത്താവിൻ്റെ എഴുത്ത് വന്നു. എന്നോടുകൂടെ പട്ടാളത്തിലുള്ളതായ ചാക്കോ എന്ന് പറയുന്ന അദ്ദേഹം നാട്ടിൽ വന്നിട്ടുണ്ട്, അദ്ദേഹത്തോടു കൂടെ വേണമെങ്കിൽ വടക്കേ ഇന്ത്യക്ക് വരാം. Again I got a letter from my husband 2 weeks later that another person called Mr. Chako, who was also in the army, he's coming to Kerala. You can come back with him. എൻ്റെ മൂത്ത സഹോദരനും അതേ എഴുത്തെഴുതി, ലില്ലിക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് വേണമെങ്കിൽ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. He wrote a same letter to my elder brother, said you can book a ticket for Lily also for her to come back to North India. കൊച്ചുപെങ്ങളെ കഷ്ടപ്പെടുന്നത് കാണുവാനും വേദന അനുഭവിക്കുന്നത് കാണുവാനും മനസ്സില്ലാതെ, because my elder brother could not see his younger sister struggling, എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഒരു ദിവസം വൈകിട്ട് വന്നിട്ട് ചോദിച്ചു, മോളെ നിന്റെ തീരുമാനം എന്താണെന്ന് ചോദിച്ചു. He came and asked me, child, what is your decision in all these things? ഞാൻ ഒന്നിനും തീരുമാനം എടുക്കാത്ത കൂട്ടത്തിൽ, അന്നൊന്നും ഒട്ടും തീരുമാനം എടുക്കാൻ അറിയത്തുമില്ല. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. At that time I was not a very decisive person, so I did not know what to do. I was not decided on it. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. I said I don't know what to do. ഒരിക്കലും ദേഷ്യപ്പെടാത്ത എൻ്റെ സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കല്ലാതെ പിന്നെ ആർക്കാ അറിയാവുന്ന, നേരം വെളുക്കുന്നതിന് മുൻപേ എന്നോട് നേരം വെളുക്കുന്ന ഉടനെ എന്താണ് നിന്റെ തീരുമാനമെന്ന് എന്നോട് പറഞ്ഞോളണം. My brother, who has never got upset with me, that day he lost his cool and said, you are the one who knows what to decide. Before the end of the morning you should come, before the morning you should come and tell me what you have decided. എനിക്കത് മതിയായിരുന്നു കരയാനായിട്ട്. For me that was enough to cry. കരഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയി, പ്രാർത്ഥിച്ചൊന്നുമില്ല. I didn't pray, I cried and cried and cried and I slept. സാധാരണ ഞാൻ കരഞ്ഞാൽ എന്നെ വന്ന് ആശ്വസിപ്പിക്കുന്ന, എൻ്റെ കണ്ണുനീരൊക്കെ തുടച്ച് എന്നെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് എൻ്റെ മൂത്ത സഹോദരൻ. Normally my elder brother will come and console me when I cry.
അന്ന് കരഞ്ഞു കരഞ്ഞു ഉറങ്ങി ഒരു 3 മണി ആയപ്പോഴാരോ എന്നെ തട്ടുന്നത് പോലെ എനിക്ക് തോന്നി. That day by about 3 o'clock in the morning, I felt somebody was touching me like this. ഞാൻ വിചാരിച്ച എൻ്റെ മൂത്ത സഹോദരനായിരിക്കും എന്ന് കണ്ട് എഴുന്നേറ്റ് ഞാൻ നോക്കി. I felt it was my elder brother and I opened my eyes and saw. അദ്ദേഹം അവിടെ എങ്ങും ഇല്ല. He is nowhere there. ഞാൻ പറഞ്ഞു, കർത്താവേ നീ ആണെങ്കിൽ നീ എന്നോട് സംസാരിക്കണം, എനിക്ക് പ്രാർത്ഥിക്കാൻ മനസ്സില്ല കർത്താവേ, എന്നെ കൊണ്ട് പ്രാർത്ഥിക്കാൻ ഒക്കത്തുമില്ല, എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ തിരുവചനത്തിൽ കൂടെ എന്നോട് സംസാരിക്കണമേ. So I said, Lord, I don't know how to pray. I don't feel like praying. Please speak to me. And if you have something to speak to me through the word. യിരെമ്യാവ് 45:5 ദൈവം എനിക്ക് തന്നു. God gave me Jeremiah 45:5. എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? Do you desire big things for you yourself? ആഗ്രഹിക്കരുത്. Do not. ഞാൻ സർവ്വജഡത്തിനും അനർത്ഥം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. I will bring evil upon all flesh, say the Lord. എങ്കിലും നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്റെ ജീവനെ കൊള്ള പോലെ തരും എന്നിങ്ങനെ നീ അവനോട് ചെന്ന് പറക. But thy life will I give unto thee for a prey in all places. Wherever you go, like this, go and tell him. Praise the Lord. Praise the Lord. നമ്മളുടെ കഴിവില്ലായ്മയിൽ, നിവൃത്തിയില്ലായ്മയിൽ, നിസ്സഹായതയിൽ നമ്മെ സഹായിക്കുവാൻ ഇറങ്ങി വരുന്നൊരു ദൈവമാണ്. Our God who comes to our level and comes speaks to us. എന്ത് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു, എനിക്ക് തീരുമാനമെടുക്കുവാൻ കഴിവില്ലായിരുന്നു, എന്നാൽ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു, നീ ചെന്ന് അവനോട് പറയുക. I did not know what to say. I had no decision of myself, but my God came to me and said, you go and tell him. അങ്ങനെ കട്രയിലേക്ക് പോയി, അങ്ങനെ വടക്കേ ഇന്ത്യക്ക് പോയി. That is how I decided to go to Katra in North India. ഇത് ഞാൻ ചെന്ന് എൻ്റെ സഹോദരനോട് പറഞ്ഞ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, When I went and shared this with my brother, മോളെ ജോൺ ബനിയനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ലോർഡ് മൈ പുവർ വൈഫ് ആൻഡ് മൈ ഡെഫ് ചൈൽഡ് യെറ്റ് ഐ ഗോ. he reminded me of what happened in John Bunyan, the author of Pilgrim's Progress. He was imprisoned for preaching the word of God. At that time, he said, Karthave aar ende bharyayum chevi kettukudatha ende magaleyum nokkum. He said like that. എന്നാലും ഞാൻ പോകും, സാധുവായ എൻ്റെ ഭാര്യയും ചെകിടനായ എൻ്റെ മകനും, പിതാവേ എങ്കിലും ഞാൻ പോകും. This is John Bunyan's commitment. In spite of the fact that nobody is there to look after my wife or my deaf child, I will still go. എങ്കിലും ഞാൻ പോകും എന്നുള്ളത് എനിക്ക് കുറച്ചുകൂടെ ധൈര്യം തന്നു. Still I will go. That word gave me a little more strength. Glory. കർത്താവേ, 5 വർഷത്തിന് ശേഷം ഉണ്ടായ കുഞ്ഞ്, അവന്റെ ഭാവി, എൻ്റെ ഭാവി ഇതൊന്നും അറിയില്ല, എങ്കിലും ഞാൻ പോകുന്നു. I said, Lord, I don't know what is going to happen to my 5-year-old son. Still I will go. Hallelujah. 5 വർഷത്തിന് ശേഷം കിട്ടിയ കുഞ്ഞ്. Especially that was our first son. We got him after 5 years. He was only 10 months. അന്ന് 10 മാസം മാത്രമേ ഉള്ളൂ. നേരം അങ്ങനെ ദൈവസന്നിധിയിൽ തീരുമാനിച്ചിട്ട് വടക്കേ ഇന്ത്യക്ക് പോയി. So we decided like that and went to North India. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ ജമ്മു കാശ്മീരിലെ കട്ര എന്ന് പറയുന്ന സ്ഥലത്താണ് പോയത്. There we were led to a place called Katra in Jammu Kashmir. അവിടെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാതെ ഭിക്ഷ തെണ്ടിയൊക്കെ നടക്കുന്നു, വൃത്തികേടായിട്ടൊക്കെ നടക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടു. There we saw a lot of little children. They were unschooled and they were walking around like beggars with bad clothes, etc., etc. അവരുടെ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ അകത്ത് കമ്പാഷൻ, കരുണ ഉണ്ടായി. As soon as we saw these children, we had compassion, mercy for these children. അവർ തോട്ടികളുടെ കുഞ്ഞുങ്ങളായിരുന്നു. They were children of the so-called scavengers. തോട്ടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആൾക്കാർക്ക് അത്രയും മനസ്സിലാകത്തില്ലായിരിക്കും, ഞാനൊരു അല്പം വിവരിക്കാം. You may not understand who a scavenger is, but let me explain that to you. അവർ വീടുകൾ തോറും ചെന്ന് മലമൂത്ര വിസർജനങ്ങൾ ഒരു വള്ളിക്കൊട്ടയിൽ ഒരു ഇരുമ്പ് സ്പൂണ് നീളമുള്ള ഒരു ഇരുമ്പ് സ്പൂണ്, ഒരു ചൂല്, അതുകൊണ്ട് കോരി വള്ളിക്കൊട്ടയിൽ ഇങ്ങനെ ഇട്ടിട്ട് അത് കയറിയില്ലെങ്കിൽ ചൂലും കൊണ്ട് ഇങ്ങനെ തടുത്ത് കൂട്ടിയിട്ട് കയറിയിട്ടിട്ട് അത് കോരിയിട്ടിട്ട് തലയിൽ കുറേ വീടുകളിൽ പോയിട്ട് നിറയുമ്പോൾ കുറേ ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ട് കളയും. These are people who go from house to house. They clean all the excreta and all the urine from house to house. They have a bucket with them. They have a large, long spoon. They use it, put it, then they put the whole thing on their head and go and put it somewhere else. These are known as scavengers in that place. മഴ പെയ്യുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ പുറത്തൂടെ ഒലിക്കും. When rain falls, all this goes through them.
അവരുടെ ഇടയിൽ അവരുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസമില്ലാതെ നടക്കുന്ന അവരെയാണ് ഞങ്ങൾ വിളിച്ച് പഠിപ്പിക്കാൻ തുടങ്ങിയത്. Their children were unschooled. It is these children that God first took us to. അവിടെ ഒരു പിൽഗ്രിം സെന്റർ ആയതുകൊണ്ട് ആൾക്കാർ ഇഷ്ടം പോലെ പൈസ വാരി വെതറും അതൊക്കെ വാരിക്കൊണ്ട് ഈ കുഞ്ഞുങ്ങൾ നടക്കും. Because it is a pilgrim center, people would go and throw money into some temple or some deity. These children will take all this money and live by that. ഈ കുഞ്ഞുങ്ങൾ നനയ്ക്കത്തുമില്ല, കുളിക്കത്തുമില്ല, ഒന്നുമില്ല. They will not take a bath, they will not clean their clothes, so bad, just like animals. അവർ വെളുത്തവരാണ്, കളറുള്ള പിള്ളേരാണ്, പക്ഷെങ്കിൽ അവരെ കണ്ടാൽ കറുത്തിരിക്കും. ഇത്രയും ഭാഗം മാത്രം വെളുത്തത് അവരുടെ. By nature, by birth, they have a fair skin. But if you look at them, only this part is fair, everything else is dark. അതിനൊരു കാരണമുണ്ട്. അവരിങ്ങനെ വെക്കും, അത്രയും ഭാഗം മാത്രമേ ക്ലീൻ ആയിട്ടുള്ളൂ. The reason is they use their tongue to like this. That part becomes clean, everything else is black with dust and everything else. ഞങ്ങളുടെ വീട്ടിൽ വരുന്നതായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. A girl used to come to our house. നമ്മളുടെ വീട്ടിൽ ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വരുന്ന പെൺകുട്ടി, 17 വയസ്സുള്ള ഒരു പെൺകുട്ടി. A 17-year-old girl, she comes to clean our toilets, etc. അവര് വരുന്നത് കാണുമ്പോഴേ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് മുറിക്കകത്ത് കയറും. The minute she comes, I would take my child and move into my room. ഇങ്ങനെ അവിടെ നിന്നും കൊണ്ട് ഞാൻ ജയമസിക്കി ഒക്കെ പറയും. So I would keep a distance and say Jai Masiki or praise the Lord. खास करके जो पाकिस्तान से आए हुए लोगों को मेरा बहुत प्यार. पाकिस्तान में हम तो आ नहीं सकता है, लेकिन इधर बहुत गले लगा करके आप लोग. Right now, oh, we embrace all of you who are from Pakistan. We love you. Hallelujah. हालेलुया. और इसके बाद सॉरी हिंदी आ रही है. ഈ പെൺകുട്ടി വന്ന് ഇങ്ങനെ നോക്കും. ഒരു ദിവസം എൻ്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വെളിയിൽ നിന്നു. One day my husband was standing outside. എനിക്കാണെങ്കിൽ ഇച്ചിരി വൃത്തിയുള്ള ആത്മാക്കളൊക്കെ മതി, ഇദ്ദേഹത്തിന് വൃത്തി കെട്ടാലും കുഴപ്പമൊന്നുമില്ല. As for me, I am very clean conscious, so I keep a distance from all the people who are not so clean. അദ്ദേഹം എൻ്റെ ഈ കുഞ്ഞിനെ കണ്ട ഞങ്ങളുടെ മൂത്ത മോനെ കണ്ടാൽ നല്ല സുന്ദരനാ, അന്നും ആയിരുന്നു, ഇന്നും അങ്ങനെയാണ്. കുറെ വണ്ണമൊക്കെ ഉണ്ട്, അവനെ കണ്ടാൽ നല്ല ഇതാ, അവരിങ്ങനെ നോക്കി ചിരിക്കും. Our eldest son was very handsome and he was saying, even now it is like that. And when these people would see, they would smile at him. അവര് അതുവഴി പോയപ്പോഴേ എൻ്റെ ഭർത്താവ് ചോദിച്ചു ഈ കുഞ്ഞിനെ, അവ ഇങ്ങനെ നോക്കി ചിരിച്ചു ഗിഗിളി ചെയ്തു. അന്നേരം ഇവളും നോക്കി ചിരിച്ചു. അന്നേരം ചോദിച്ചു ഈ കുഞ്ഞിനെ തൊടണമെന്ന്. So he also smiled and she also smiled. And she asked if my husband asked her, do you want to touch this baby? ഈ കൊച്ചിനെ തൊടണമോ എന്ന് എൻ്റെ ഭർത്താവ് അവളോട് ചോദിച്ചു. Yes. ഞാനിത് കേട്ടു. I heard this. അകത്ത് നിന്നുകൊണ്ട് അതിവിടെ നല്ല പരിചയമുള്ള ശബ്ദമാണ്. We heard inside and said hallelujah. അതിന്നൊന്ന് അടിയട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. Praise God. അദ്ദേഹത്തിന് ഒരു കുലുക്കവും ഉണ്ടാക്കിയില്ല കേട്ടോ. It didn't affect him at all. എന്നിട്ട് പറഞ്ഞു, ഇപ്പോഴൊന്ന് തൊട്ടോ, അത് കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ മീറ്റിംഗ് വെച്ചാൽ ഞങ്ങൾ അവിടെ വരാം, അന്നേരം നിങ്ങൾക്ക് ഈ കുഞ്ഞിന്റെ കൂടെ കളിക്കാം. Oh, my husband said, right now you can touch my son and then we'll have a meeting in your house, then you can play with our son. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ മീറ്റിംഗ് വെച്ചു. 2-3 days later we had a meeting in their house. ഇത്രയും മാത്രമുള്ള ഒരു വീട്, മുറി, a house this small. അങ്ങോട്ട് കയറി ചെന്ന ഉടനെ ഇതെല്ലാം കോരുന്ന കൊട്ട എവിടെ ഇരിപ്പുണ്ട്, കുറച്ച് കഴുകി അതിന്റെ സൈഡിലെല്ലാം അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. As soon as we got into the room, we had the scavengers basket. Not into the room, just the door. ഗേറ്റിന്റെ അവിടെ, near the gate, all these things are there. The broom, ചൂല്, സ്പൂണ്, ഇതെല്ലാം ഇരിപ്പുണ്ട്. The broom and the spoon and all those things are there. എനിക്കത് കണ്ടപ്പോഴേ മനപ്രയാസം തുടങ്ങി. The minute I saw that, I found it difficult. അകത്ത് കയറിയിരുന്നു. നല്ല വാട. അകത്ത് ചെന്നപ്പോഴും നല്ല കറുത്ത തുണികൾ, ചാക്കിന്റെ തുണ്ട് എല്ലാം കൂടി ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട് നമുക്ക് ഇരിക്കാനായിട്ട്. Even inside we saw all those sackcloths and everything that we should be sitting. അവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ചു, കുഞ്ഞിനെ കളിക്കാൻ വിട്ടുകൊടുത്തു. We prayed and then we let the child to be played with. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവര് ഒരു കപ്പ് ചായയും 2 കറുത്ത മുട്ടയും കൂടെ കൊണ്ടുവന്നു. After the prayer, they bought a cup of tea and 2 black eggs. കറുത്ത മുട്ട ഇവര് മുട്ട പുഴുങ്ങിയിട്ട് അങ്ങ് പൊളിച്ചു. They boiled the egg and they opened it. അവരുടെ കയ്യിലെ അഴുക്കായി കറുത്ത മുട്ട. The egg became black because of what was in the hand. കപ്പാണെങ്കിൽ കപ്പ് മുഴുവൻ വിരിഞ്ഞ് അതിന്റെ കൈ പിടിക്കുന്നിടമെല്ലാം ഇങ്ങനെ അഴുക്കിരിക്കുന്നു. Not only that, the cup had all the dirt on its handle. തന്നെയല്ലേ എൻ്റെ ഭാവനയില് ഇതൊക്കെ പോയി ഇവരുടെ കൈയും കൊണ്ടാണ്, ഇത് കോരുന്നവരുടെ കൈയും കൊണ്ടാണല്ലോ ഇതൊക്കെ കഴിയത്. അതുകൊണ്ട് പരിപ്പിന്റെ അവശിഷ്ടങ്ങളൊക്കെ
അതിനകത്തെ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇതിൻ്റെ 4 വശത്തും കാണും. In my imagination, I thought the people who boiled the egg have done it with the same hand. They carry all these things. In my imagination, I saw that. The who cleans the toilets. Yeah. The one who cleans the toilet. ഇത് വൃത്തിയാക്കുന്നവർ. അത് എനിക്കത് കുടിക്കാൻ വലിയ വിഷമമായിട്ട് തോന്നി. So I could not really partake of that tea. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പതുക്കെ പറഞ്ഞു, ഇതെന്നെ കൊണ്ട് കുടിക്കാനൊക്കത്തില്ല. I told my husband, മലയാളത്തിൽ. I told him in Malayalam very quietly, like many of our sisters do, I can't drink this. Hallelujah. എൻ്റെ ഭർത്താവ് അന്നൊരു അസൽ പട്ടാളക്കാരനായിരുന്നു. എന്നോട് പറഞ്ഞു, എൻ്റെ കൂടെ താമസിക്കണമെങ്കിൽ കുടിച്ചോണം. My husband was such a soldier. He said, if you want to live with me, drink it now. അയ്യോ, വീട് ഒത്തിരി ദൂരെയായി, എന്തോ ചെയ്യാനോ എങ്ങോട്ട് ഓടിപ്പാൻ എൻ്റെ ഈ പൈസയും ഇല്ല, പിന്നെ ജീവിക്കാനേ ഒക്കത്തുള്ളൂ. I had no money with me. My house is far away. I can't go. That was my situation. തന്നെയല്ല, അച്ഛൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞതാ മരണം വരെ ജീവിച്ചോളാമെന്നും. Not only that, when we took the wedding vows, we said till death we will not part. പിന്നെ എന്തോ ചെയ്യാനാ, ജീവിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. What to do? I have to live with him. ദൈവം എനിക്കൊരു ബുദ്ധി തന്നു. God gave me wisdom. ഈ ചായ തണുക്കുന്നിടം വരെ കാത്തിരുന്നു. ഞാൻ വിചാരിച്ചു ചായ തണുക്കുന്നതിന് മുമ്പേ കുടിച്ചാൽ എൻ്റെ അകത്ത് ഇതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അങ്ങ് പോകും. പക്ഷേ തണുത്ത് കഴിഞ്ഞ് ആ കപ്പിനകത്തോട്ട് ഇങ്ങനെ ചെറിയ അങ്ങോട്ടിട്ട് ഇങ്ങനെ വലിച്ചു കുടിക്കുമ്പോൾ ഇവിടെയൊക്കെ പറ്റുന്നതൊക്കെ അഴുക്കൊക്കെ എനിക്ക് കഴുകിക്കളയാം. This was the wisdom I got. I said, I'll wait till the tea or whatever is cool. When I take one drink out of it, whatever is likely to come here will not be there. എനിവേ ഞാനത് കുടിച്ചു. I drank it. 3-4 ദിവസം കഴിഞ്ഞിട്ട് വേറൊരു വീട്ടിൽ മീറ്റിംഗ് വെച്ചു. After 3-4 days, there was meeting in another house. അവിടുത്തെ ഒരമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരും പൊട്ടരും ചെകിടരും ഒക്കെയാണ്. Except the mother of the house. All the people there are either they cannot see, they are blind, or they are deaf. Deaf and dumb. Yeah. അന്ന് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ല, അവിടെ വിളക്ക് മാത്രമേ ഉള്ളൂ. Those days they had no electricity, there was only the lamp. അവരുടെ വീട്ടിൽ ചെന്ന് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. But we went to their house, the meeting was all over. ആഹാരം കഴിച്ചിട്ടേ പോകാമെന്ന് പറഞ്ഞു. They told us you must have food and go. ആഹാരം കൊണ്ടുവച്ചു. They brought the food. ഞങ്ങളുടെ നാട്ടിലൊക്കെ എൻ്റെ ചെറുപ്പകാലത്തിൽ ഈ ഇരുമ്പ് വിഞ്ഞാണത്തിന്റെ കബഡിയൊക്കെ പോയി കഴിയുമ്പോൾ പട്ടിക്ക് അതിനകത്ത് ആഹാരം കൊടുക്കുന്നത്. When in our house, when all the handle etc of the iron plate is gone, we give it to the dogs. പക്ഷേ അങ്ങനത്തെ പാത്രത്തിനകത്ത് 2 പാത്രത്തിനകത്ത് ചോറും ഏതാണ്ട് സാരവും അവിടെ ചെന്ന് കയറിയപ്പോഴേ രോമം കരിക്കുന്ന വാട. The minute we went there, I could smell the burning smell of hair, and also we saw this food. ഇതെന്താ സാധനമെന്ന് അറിയാമോ? ആടിൻ്റെ തല അടുപ്പിനകത്തിട്ട് ചുട്ടിട്ട് അതിങ്ങനെ ചിരണ്ടിയിട്ട് അതിങ്ങനെ വെട്ടി അറിഞ്ഞിട്ട് കറി വെച്ചത്. പിന്നെ ഉള്ളത് ആടിൻ്റെ കുളമ്പ് തീക്കകത്തിട്ട് ചുട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തെ ഇതിങ്ങനെ അങ്ങ് അടിച്ചു കളയും. അന്നേരം അസൽ മൂക്കള പോലെ കട്ടിയുള്ളത്, മൂക്കള മഞ്ഞിച്ച കളറ്, ഇത് വെളുത്തിരിക്കുന്ന കട്ടിയായിട്ടിരിക്കുന്ന സാധനം. ഞാൻ ഇനി പോകുമ്പോൾ ഉപവാസത്തിലായിരിക്കും. Praise the Lord. I was saying I'll be fasting when I go there again. Hallelujah. They had a special make of a goat's head, which he explained. I'm not going to explain it to you. You will never eat mutton again. Praise God. Hallelujah. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു, ഇതെന്നെ കൊണ്ട് കഴിക്കാനൊക്കത്തില്ല. I told my husband very gently in his ear, I'm not going to eat it. അന്ന് അസൽ പട്ടാളം, ഇപ്പോഴും നല്ലൊരു ദൈവ മനുഷ്യനാ കേട്ടോ. That day he was pakka a soldier. Today he's a man of God. Praise God. എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കൂടെ താമസിക്കണമെങ്കിൽ ഇത് കഴിച്ചോണം. He said again, if you want to live with me, അതിൽ ഞാനൊന്ന് പഠിക്കട്ടെ സ്വത്രം. You live with me, you have to eat this glory. സ്വത്രം. ഞാൻ പറഞ്ഞു, ഞാൻ ഛർദ്ദിക്കും. I said, I'm going to vomit. ഇവിടെ ഛർദ്ദിക്കത്തില്ല, വെളിയിലേ ഛർദ്ദിക്കത്തുള്ളൂ. You will not vomit here, you will only vomit outside. എന്തായാലും അത് വാരി കുറച്ച് അകത്താക്കി. Well, I ate that also. Praise God. വെളിയിൽ ചെന്നു, ഛർദ്ദിച്ചു. I went outside, I vomited. തിരിച്ച് വീട്ടിൽ ചെന്നു. We came back home. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, നീ എന്നെ ഈ പണിക്ക് കൊണ്ടുവന്നെങ്കിൽ കർത്താവേ, ഇതിനുള്ള കൃപ നീ എനിക്ക് തരണം. Amen. Then I said and prayed like this, Lord, if you brought me for this work, then give me the grace for it. Hallelujah. 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നെ മാറ്റണമേ. 3 days I prayed and said, Lord, change me. Amen. ദൈവം എൻ്റെ സ്വഭാവത്തെ മാറ്റി. God changed my habit, my character. എന്നാൽ ഇന്ന് നമ്മുടെ ദൈവം, ഞങ്ങൾ പഠിപ്പിച്ച അവരുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ്. പഠിപ്പിച്ച കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉണ്ട്.
The children of whom we taught are postgraduates today. Aren't you happy? Give the Lord a clap of hallelujah. Amen. Yeah. Oh, they have English service. The സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. There is a great light that has risen for those who are in darkness. Even those who are in the shores of death have seen this light. യേശു ചെന്നിടത്തെല്ലാം ഈ അനുഭവങ്ങൾ ഉണ്ടായി. Wherever Jesus went, these kind of things happened. ഇരുട്ടിലിരുന്നവർക്ക് ഒരു വലിയ പ്രകാശം ലഭിച്ചു. Whoever was in darkness, a big light came. മരണത്തിന്റെ നിഴലിൽ ഇരുന്നവർക്ക് ഒരു പ്രത്യാശ കിട്ടി. Those who were in death, they had a hope. ഞങ്ങൾ കട്രയിൽ ചെന്ന് ആ ജനങ്ങൾ ഇന്ന് ഒരു പോലും തോട്ടികളില്ല. Oh, praise God. There is no scavenger today in Katra. ആ കൊച്ചുമുറികളിൽ താമസിച്ച മണ്ണിന്റെ കൊച്ചുമുറികളിൽ താമസിച്ചിരുന്നവര് ഇന്ന് എല്ലാവരും ഏറ്റവും കുറഞ്ഞത് 2 ബെഡ്റൂമും 1 സിറ്റിംഗ് റൂമും 1 കിച്ചനും 1 ടോയ്ലറ്റും ഉണ്ട്. Praise the Lord. People who are living in very bad, deplorable condition have at least a 2-bedroom house, at least. Amen. Amen. സുവിശേഷം എവിടെ കടന്നു ചെന്നാലും കർത്താവായ യേശു എവിടെ ചെന്നാലും ഇരുട്ടിൽ അവൻ പ്രകാശിക്കുന്നു. Wherever Jesus goes, he shines in darkness. Praise the Lord. Praise the Lord. നമ്മുടെ ദൈവം വലിയവനും ഉന്നതനുമാകുന്നു. Our God is big and he is great. അവൻ യെശയ്യാവ് 49:9 Isaiah 49:9. ആരെങ്കിലും കിട്ടിയെങ്കിൽ എളുപ്പം വായിക്കാം. Somebody can quickly read it. Isaiah 49:9. No, 8:40. Sorry. 49:8. Isaiah 49:8. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പൊയ്ക്കൊള്ളുവീനെന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് വെളിയിൽ വരുവീനെന്നും പറവാനും ഞാൻ നിന്നെ കാത്തു. Praise the Lord. Hallelujah. എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത് praise the Lord ദേശത്തെ ഉയർത്തുവാനാണ്. God has called you and me to lift the nation. Hallelujah. അന്ധകാരത്തിൽ ഇരിക്കുന്ന ജനങ്ങൾക്ക് ഒരു പ്രകാശമായിട്ട് മാറുവാനാണ് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. God has called you and me to be for people who are in darkness. ഇന്ന് നാം വിശ്വാസികളായിരിക്കുന്നവരൊക്കെയും പറയാറുണ്ട്, അന്ധകാരം വർദ്ധിച്ചു വരുന്നു, ദേശം ചീത്തയായിക്കൊണ്ടേയിരിക്കുന്നു എന്ന്. Many of us who are believers say the land is becoming dark and things are getting bad. എന്തുകൊണ്ടാണ് ആ ദേശത്ത് അന്ധകാരം വർദ്ധിക്കുന്നത്? Why is darkness increasing in a land? ഉത്തരം പറയാൻ ഒക്കുമോ? Can you tell an answer? നമ്മിലുള്ളതായ പ്രകാശം വേണ്ട വിധത്തിൽ പ്രകാശിക്കാത്തതിനാൽ. The light in us is not being lighted as it should be. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ എൻ്റെ ഉള്ളിലുള്ള പ്രകാശം വർദ്ധിച്ച് കർത്താവേ മറ്റുള്ളവരിലേക്ക് ചെല്ലുവാനായിട്ട് കർത്താവേ അന്ധകാരത്തിൽ ഇരിക്കുന്നവർക്ക് ഒരു പ്രകാശമാക്കി തീർക്കുവാൻ തക്കോണം സർവശക്തനെ നീ എന്നെ സഹായിക്കണമേ. Can we pray, Lord, that the light in me be lighted so that I can be a light to those who are in darkness? കഷ്ടത, പട്ടിണി, ബുദ്ധിമുട്ട് ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. We have been through a lot of trials, difficulties, without food, everything. പിശാച് എൻ്റെ കുഞ്ഞിനെ 3.5 വയസ്സായപ്പോൾ സ്കൂളിൽ കൊണ്ടുവന്ന, പിശാചല്ല ഞാനാ കൊണ്ടുവന്ന സ്കൂളിൽ 3.5 വയസ്സായപ്പോൾ സ്കൂളിൽ കൊണ്ടുവന്ന സമയത്ത് അവിടെ അധ്യാപിക എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ തറയിലിരുത്തണം, ബാക്കി ജാതികളെയെല്ലാം ഞങ്ങളെയും തോട്ടികളായിട്ടാണ് അവർ കരുതിയിരുന്നത്. The Kashmiri Brahmins and other high class Hindus, so called, they considered us also as part of the scavenger group. So when I brought my child to school, they asked my child to sit on the floor, unlike the other children. മറ്റു കുഞ്ഞുങ്ങളെല്ലാം ബെഞ്ചിലാണ് ഇരുത്തിയിരുന്നത്. All the other children were supposed to sit on the benches. ആ സമയത്തൊക്കെ എൻ്റെ ബുദ്ധിയും എൻ്റെ തലയും ഒക്കെ പറയുമായിരുന്നു, നിന്റെ കുഞ്ഞു ഒരു തോട്ടിയായിട്ട് മാറുമെന്ന്. At that time, my mind and my intelligence used to tell me, your child also will turn around to become a scavenger. എന്നാൽ എൻ്റെ നാമനിമിത്തം അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ വീടോ നിലങ്ങളോ വിട്ടാൽ 100 ഇടങ്ങ് തിരികെ കിട്ടുമെന്ന് പറഞ്ഞവനായ കർത്താവ് സ്തോത്രം. But Jesus, who promised me that if for my sake you leave everything for my sake, you shall get that in the name of that Jesus. എൻ്റെ ദൈവം വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണെന്ന് പറയുവാനായിട്ട് എൻ്റെ കുഞ്ഞിന് അവൻ നല്ല വിദ്യാഭ്യാസം കൊടുത്തു. My God has given my son such an amazing education. Glory to God. ദൈവഭയവും കൊടുത്തു. He has given the fear of God. 6 ഡിഗ്രി എന്ന് എൻ്റെ ഭർത്താവ് പറയുന്നത്, ഞാൻ എണ്ണാറില്ല ഇതൊന്നും. Praise the Lord. My husband says he has 6 degrees. Can you give the Lord a clap offering? Amen. That's our Praise God. the Lord. Hallelujah. Amen.
ഒറീസയിൽ ഞങ്ങൾ പോയി നഗ്നരായിട്ട് 12 വയസ്സുള്ള കുഞ്ഞുങ്ങൾ പോലും ഒന്നും ഉടുക്കാതെ ആണും പെണ്ണും ഒക്കെ നടക്കുമായിരുന്നു. 82 കാര്യമാണ് പറയുന്നത്. 1982 we went to, the Lord took us to Orissa. We have seen young girls, boys walking around without wearing anything, just like animals. നദിയിലെ വെള്ളം ഞങ്ങൾ കുഴിച്ച് അതുകൊണ്ട് കൊണ്ടുവന്നായിരുന്നു ഞങ്ങൾ ആഹാരം വെക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. We used to use the water in the river to cook and drink. എന്നാൽ ഇന്ന് അവിടെ 1200 അധികം സഭകളുണ്ട്. Today the Lord has through us made 1200 plus churches there in Orissa. അന്ധകാരത്തിലിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. People who are in darkness saw a big light. അവരെല്ലാവരും നന്നായിട്ട് വസ്ത്രം ധരിച്ച് നടക്കുന്നു. They all are wearing good clothes today. സുവിശേഷം എത്തിയിട്ടുള്ള ഗ്രാമങ്ങളിലെങ്ങും ഇന്ന് മനുഷ്യക്കുരുതിയില്ല. Wherever the gospel has got into, we don't have human sacrifices today. കർത്താവായ യേശുവിന്റെ നാമം ചെന്നിടത്തൊക്കെയും പ്രകാശം ഉദിച്ചു. Wherever Jesus went and his name went, there was a light that rose. എന്നാൽ അവരുടെ സ്വന്തക്കാര് തന്നെ അടുത്ത ഗ്രാമങ്ങളിലുള്ളവര് ഇന്നും കുരുതികൾ ചെയ്യുന്നവരുണ്ട്. But their relatives in other villages where the gospel has not yet gone, they are still doing sacrifices. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് ഏത് സ്ഥാനത്താണോ അവിടെ ദൈവത്തിന്റെ പ്രകാശമായിട്ട് വിളങ്ങുവാൻ നമുക്ക് നമ്മെ തന്നെ അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. Precious people, wherever God has placed us, let us become his lights. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. I desire to encourage you. ഇന്ന് ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. Just read one verse. ന്യായാധിപന്മാർ 6:25. Judges 6:25. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ, അത്രയും മതി, ഞാൻ അത്രയും വായിക്കുന്നുള്ളൂ, മുഴുവൻ വായിക്കുന്നില്ല. അന്ന് രാത്രി, നമ്മുടെ ജീവിതത്തിനകത്ത് രാത്രികൾ ഉണ്ടാകാം. There are nights in our life. അന്ന് രാത്രി ഗിദെയോൻ എടുത്ത് പറഞ്ഞു, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാള. Take the 7-year-old second bullock of your father's flock. എൻ്റെ ജീവിതത്തിനകത്തെ ഒരു അനുഭവം മാത്രം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. I want to quickly tell you an experience in my life. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ മൂത്ത സഹോദരൻ എന്നെ ഒത്തിരി സ്നേഹിച്ചിരുന്ന കൂട്ടത്തിലായിരുന്നു. I told you earlier, my eldest brother had loved me a lot. ഞങ്ങളുടെ വീട്ടിൽ മറ്റാരുടെയും ജന്മദിനം ആഘോഷിക്കത്തില്ലായിരുന്നു, പക്ഷേ ചെറുപ്പത്തിലെ എൻ്റെ ജന്മദിനം ആഘോഷിക്കുമായിരുന്നു. My birthday was celebrated unlike the others in my family. വടക്കേ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ വർഷവും അദ്ദേഹം എനിക്ക് നല്ലൊരു എഴുത്ത് എഴുതുമായിരുന്നു. When I came to North India, every year he would write me a very good letter. 85 ചില കാരണങ്ങളാൽ ഞാൻ ഒരല്പം നിരാശയിലായിരുന്നു. In 1985, because of certain things, I was in deep depression. 85 ബർത്ത്ഡേയുടെ അന്ന് ഞാൻ കുറച്ചുകൂടെ നിരാശയിലായി. On the day of my birthday, I was a little more depressed. സാധാരണ തലേന്ന് എൻ്റെ സഹോദരന്റെ എഴുത്ത് വരുന്നതാണ്. Normally, my brother's letter comes on the day before my birthday. അതും വന്നില്ല. That also did not come. പിശാച് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. നിന്നെ ഓർക്കുന്നവരാരുമില്ല, നിന്നെ ഏറ്റവും സ്നേഹിക്കുന്നു എന്ന് പറയുന്ന നിന്റെ സഹോദരൻ പോലും നിന്നെ മറന്നു, നിന്റെ ഭർത്താവിനും ഓർമ്മയില്ല, മക്കൾക്കും നിന്നെക്കുറിച്ച് ഓർമ്മയില്ല, ആർക്കും നിന്നെക്കുറിച്ച് ഒരു വിചാരവുമില്ല. The devil began to talk to me, total rejection. Nobody wants you, your husband, your brother, your children. Nobody cares. Nobody thinks of your birthday. ദാവീദ് കരഞ്ഞതുപോലെ ഞാനും കരഞ്ഞു, പിതാവേ എൻ്റെ പ്രാണന് വേണ്ടി കരുതുന്നവരാരുമില്ലയോ. Like David cried, I also cried. Lord, he said, nobody who cares for my life. അങ്ങനെ വിഷമിച്ച് വേദനിച്ച് നിരാശയിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത്, as I was walking around in depression, 2 മണിയായപ്പോൾ പോസ്റ്റ്മാൻ വന്നു. 2 o'clock the postman came. അന്ന് വരെ എൻ്റെ പേരിൽ ആരും രജിസ്റ്റേർഡ് ലെറ്റർ അയച്ചില്ല. എൻ്റെ ബ്രദേഴ്സ് അയച്ചാലും ഇദ്ദേഹത്തിന്റെ പേരിലാണ് പോകുന്നത്. Nobody has ever sent me a registered letter till that day. Even my brother used to send it in my husband's name. അന്ന് എൻ്റെ പേരിൽ ഒരു എഴുത്ത് വന്നു. Today in my name a letter came. ഒരു മഞ്ഞ കവറ്, just a yellow cover. സൗദി അറേബ്യയിൽ നിന്ന് വന്നതാണ്. It's come from Saudi Arabia. ഞാൻ എന്തായാലും എന്താണെന്ന് അറിയാനായിട്ട് അത് പൊട്ടിച്ചു. I just opened it to know what it is. എന്തോ ഒരു സാധനം അതിനകത്തുണ്ട്, പക്ഷേ എഴുത്തെടുത്ത് ആദ്യം വായിച്ചു. There was something inside that I didn't look. I looked at the letter first. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പ്രിയ സഹോദരി ലില്ലി അറിയുന്നതിന്, Dear sister Lily, നമ്മൾ തമ്മിൽ ഇതുവരെയും കറസ്പോണ്ടൻസ് ഉണ്ടായിട്ടില്ല. We have never had a correspondence before that. പക്ഷേ ബ്രദർ വർഗീസിന്റെ ഏലിയാവിന്റെ ദൈവം എന്ന പുസ്തകം ഞാൻ വായിച്ചു. But I read the book by brother Verghese written The God of Elijah. അതെനിക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു. It has become a blessing for me. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് അയക്കണമെന്ന് വിചാരിച്ച് ഞാൻ മോളിൽ പോയി. I went to buy something. I went to the mall to buy something for him.
ഒരു പ്രത്യേക സാധനം എൻ്റെ തലയിൽ ഉണ്ടായിരുന്നു. There was a particular thing in my head. ഞാൻ അത് ഷോപ്പിൽ ഇങ്ങനെ കറങ്ങി നടന്നു. I went around the mall looking for that. പക്ഷെ അത് കിട്ടിയില്ല. But I didn't get it. ഓരോ പ്രാവശ്യവും ഞാൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു സാരി എൻ്റെ മുമ്പിൽ കിടക്കുന്നു. Every time I go, I see a sari right in front. പക്ഷെ നമ്മൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും ഇല്ലാത്ത ഒരു സ്ത്രീക്ക് എങ്ങനെയാ ഒരു സാരി വാങ്ങിച്ച് അയക്കുന്നൊരു ചിന്തയൊക്കെ എൻ്റെ തലയിലുണ്ടായി. We have never met before, but it keeps on coming. How I can buy a sari for a woman? അത് കഴിഞ്ഞ് എന്തായാലും ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചതിനാൽ ഞാൻ ഈ സാരി വാങ്ങിച്ച് അയക്കുന്നു. Anyway, the Lord has told me, the Lord has told me, and I'm going to send a sari to you. Hallelujah. സിസ്റ്ററിന്റെ ബർത്ത്ഡേ കഴിഞ്ഞെങ്കിൽ ഇത് വെച്ചേക്കണം അന്നത്തെ ദിവസം ഉടുക്കാനായിട്ട്. If sisters, your wife's birthday is over, keep it for the day when she's going to have a next birthday. അല്ല, സിസ്റ്ററിന്റെ ജന്മദിനം വരുന്നതേ ഉള്ളെങ്കിൽ ഇത് അന്നുടുക്കണം. Or if a birthday is already passed and it is going to come, let her wear it that day. ഇത് വായിച്ചപ്പോഴേ ഞാൻ സാരിയുടെ ഇതൊന്നും നോക്കാൻ പോയില്ല. അത് എടുത്ത് അങ്ങോട്ട് ചുറ്റിയിട്ട് ദൈവസന്നിധിയിൽ നിന്നൊന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. I just took that, put it on me, and started to dance in the presence of the Lord. പ്രൈസ് ദി ലോർഡ്. നമ്മളോ ഏറ്റവും പ്രിയപ്പെട്ടവര്, നമ്മളോട് പ്രോമിസ് ചെയ്തവര് നമ്മെ മറന്നേക്കാം. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ നമ്മെ ഒരിക്കലും മറയുകയില്ല. ഞാൻ നിന്നെ ഒരു നാളും അനാഥയായി വിടുകയില്ല എന്ന് വാക്ക് പറഞ്ഞവൻ, ഹല്ലേലൂയ, ഞാൻ നിന്നെ ഉപേക്ഷിക്കയില്ല എന്ന് വാക്ക് പറഞ്ഞവനായ കർത്താവ് ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കയില്ല, അവൻ നമ്മെ മറക്കുകയുമില്ല. Our Jesus said he will never leave you. I want to testify, he will never leave you. Our best friends, our loved ones may forget us, but he will never forget us. They may and they will sometime. Praise the Lord. അവർ ചെയ്തേക്കാം, അവർ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മുടെ ദൈവം, എൻ്റെയും നിങ്ങളുടെയും സൃഷ്ടികർത്താവ്, തൻ്റെ സ്വന്തം രക്തം തന്ന് തന്ന് വിലയ്ക്ക് വാങ്ങിയവനായ ദൈവം എന്നെയും നിങ്ങളെയും മറക്കാത്തവനാണ്. God who gave his life for us, who shed his blood for us, he will never forget us. ഗിദെയോന്റെ അപ്പൻ്റെ കാളയുടെ മുഴുവിവരവും അറിയാം. നിന്റെ അപ്പൻ്റെ ഇളയ കാളയായ 7 വയസ്സുള്ള വല്ല പ്രശ്നവും ഉണ്ടാവുമെന്ന് നിങ്ങളുടെ രണ്ടാമത്തെ കാളയെന്ന് എത്ര പർട്ടിക്കുലറായിട്ട് പറയുന്നത്. എൻ്റെയും നിങ്ങളുടെയും നീളവും വണ്ണവും ജന്മദിനവും കാലിൻ്റെ അളവും എല്ലാം അറിയാവുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. Our God knows every detail and particular of ours. Hallelujah. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ യോഗ്യനാണ്. Oh, people of God, let me testify. This God is worthy. You can put all your trust in him. You may be rejected, you may feel nobody wants you, but Jesus, he loves you so much. ഈ ദൈവത്തോട് ചേർന്ന് നടക്കുക. Let's walk with this God. അവൻ ഒരു നാളും നമ്മെ ഉപേക്ഷിക്കത്തില്ല. He will never leave us. അവൻ നമ്മെ മാനിക്കുന്നത് പോലെ വേറെ ആരും നമ്മെ മാനിക്കയില്ല. Nobody will honor us like he honors us. അവൻ നമ്മെ സ്നേഹിക്കുന്നത് പോലെ വേറെ ആരും സ്നേഹിക്കുകയില്ല. Nobody will love us as he loves us. ഈ ദൈവത്തോട് ചേർന്ന് നടന്ന് അവൻ്റെ പ്രകാശമായിട്ട് ഈ ലോകത്തിൽ പ്രകാശിക്കാം. അന്ധകാരമായ പ്രദേശങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. അന്ധകാരം നിറഞ്ഞ പ്രദേശങ്ങൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. May God bless each one of us. Let us take it a decision to go to places of darkness so that we can shine for Jesus. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തത്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് ഒരനുഗ്രഹമാക്കി മാറ്റാമെന്നാണ്. God told Abraham, I will bless you and you will be a blessing. നാം അനുഗ്രഹിക്കപ്പെടുവാൻ മാത്രമല്ല, നാം മറ്റുള്ളവർക്ക് ഒരനുഗ്രഹമായിരിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. We are not only be called to be blessing, we are called to be a blessing that other people also may be blessed. ദൈവസന്നിധിയിൽ നമുക്ക് തീരുമാനിക്കാം, കർത്താവേ, ഞാൻ എവിടെയായിരുന്നാലും കർത്താവേ, മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കുവാന്, മറ്റുള്ളവർക്ക് ആശ്വാസമായിരിക്കുവാന് കർത്താവേ, കുനിഞ്ഞിരുന്ന എന്നെ നീ നിവർത്തിയതുപോലെ കർത്താവേ, കുനിഞ്ഞു കിടക്കുന്നവരെ കർത്താവെ ഉയർത്തുവാനായിട്ട്, ഹല്ലേലൂയ, വീണ് കിടന്നതായ എന്നെ നീ പിടിച്ച് എഴുന്നേൽപ്പിച്ചതുപോലെ കർത്താവേ, വീണ് കിടക്കുന്ന ജനങ്ങളെ എഴുന്നേൽപ്പിക്കുവാന്, എൻ്റെ കണ്ണുനീര് തുടച്ച് നീ എനിക്ക് ചിരി തന്നതുപോലെ കർത്താവേ, കരയുന്ന ജനങ്ങളുടെ കണ്ണുനീര് തുടച്ച് അവർക്ക് ചിരി കൊടുക്കുവാനായിട്ട് ദൈവമേ നീ എന്നെ ഉപയോഗിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ തീരുമാനിക്കാം. Let us pray, Lord, you have wiped away every tear of my life. Use me to wipe away the tears of other people. Hallelujah. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്കായിട്ട്, വടക്കേ ഇന്ത്യക്കായിട്ട്, ദൈവത്തിൻ്റെ സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഗ്രാമങ്ങൾക്കായിട്ട് തുടർന്നും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് we humbly request you to pray for us and for all the villages where the gospel has not reached yet. Amen.
Can we stand up for a minute and sing this song before Uncle comes and preaches a word? How many of you think God spoke to you? He touched me too. എന്നെ കർത്താവ് സ്പർശിച്ചു. You know, in 2013 when I went to Andy's house, 2013 ആന്റിയുടെ ഭവനത്തിൽ പോയപ്പോൾ I shared with some of you. ഞാൻ നിങ്ങളോട് പറഞ്ഞു. We spent a little time praying. Then I knelt down. I said, Andy, do you remember? I said, pray for me. ഞാൻ പറഞ്ഞു കർത്താവിന്റെ ദാസന്റെ മുമ്പ് മുട്ടുകുത്തിയിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. Kneeling down before a woman. ഒരു സഹോദരിയുടെ മുമ്പിൽ മുട്ടുകുത്തുകയോ. Hallelujah. ആമേൻ. I was so blessed. ഞാൻ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടു. God told me to do that. കർത്താവിനോട് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തത്. She put her hand on my shoulders. I don't remember if that happened. She won't do that. But something, the Lord, there was an impartation on me. I remember that. ആമേൻ. കർത്താവ് എൻ്റെ കൂടെ എന്നിലേക്ക് ചില പകർച്ചകൾ ആ സഹോദരി കൂടെ I still remember. Do you remember me kneeling down before you? സ്തോത്രം. I know that. ആമേൻ. But she prayed for me. ഈ ആന്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. He touched me. ആമേൻ. Oh, he touched me. And oh, the joy that floods my soul. Something happened, and now I know he touched me and made me whole. Shackled by a heavy burden, neath the load of guilt and shame. Then the hand of Jesus touched me, and now I am no longer the same. Those who have this testimony sing, He touched me. He touched me. Oh, He touched me. And oh, the joy that floods my soul. Something happens, and now I know He touched me and made